प्रभुं प्राणनाथं विभुं विश्वनाथं जगन्नाथनाथं सदानन्दभाजम् भवद्भव्यभूतेश्वरं भूतनाथं शिवं शङ्करं शम्भुमीशानमीढे प्रभुं പ്രഭാതത്തിന്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയെ തഴുകിയുണർത്തുമ്പോൾ ഭക്തിയുടെ പ്രകാശം മനസ്സിനെ ശിവമയമാക്കുന്ന ഒരു ദിവ്യക്ഷേത്രം. വെള്ളായണി കായലിന്റെ തെക്കേ തീരത്ത് പ്രകൃതിയുടെ പുണ്യമടുത്തട്ടിൽ ശതാബ്ദങ്ങളുടെ ചരിത്രം പേറി നിൽക്കുന്ന ഒരു ശിവാലയം. ഇതാണ് പനങ്ങോട് ഉദയ മാർത്താണ്ഡേശ്വര മഹാദേവ ക്ഷേത്രം. ഗണേരുണ്ടമാലം തനൗ സർപ്പജാലം മഹാകാലകാലം ഗണേശാധിപാലം ജടാജൂട്ടഗംഗോത്തരംഗൈർവിശിഷ്യം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. ഗണേരുണ്ടമാലം തിരുവനന്തപുരത്തിന്റെ ആത്മീയ പൈതൃകത്തിൽ വിശിഷ്ടമായ സ്ഥാനമുള്ള ഈ ക്ഷേത്രം ചരിത്രവും വിശ്വാസവും ഒരേ ചരടിൽ കോർത്തിണക്കിയ അപൂർവ തീർത്ഥാടന കേന്ദ്രമാണ്. ഗംഗോത്തരംഗൈർവിശിഷ്യം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. ഉദയം എന്ന വാക്ക് സൂര്യോദയത്തെ മാത്രമല്ല, ഒരു പുതിയ തുടക്കത്തെയും ധർമ്മത്തിന്റെ വിജയത്തെയും സൂചിപ്പിക്കുന്നതാണെന്ന് വിശ്വാസികൾ പറയുന്നു. ക്ഷേത്ര പരിസരത്ത് പ്രവേശിക്കുന്ന നിമിഷം മനസ്സിനെ പൊതിയുന്നത് ശാന്തിയുടെ ഒരു അനുഭൂതിയാണ്. ശിവം ശങ്കരം ശംഭുമീശാനമീഢേ മുദാമാകരം മണ്ഡനം മണ്ഡയന്തം മഹാമണ്ഡലം ഭസ്മഭൂഷാധരം തം അനാദിം ഹ്യപാരം മഹാമോഹമാരം. ശിവക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ വിഘ്നേശ്വരനായ ഗണപതി. ഏത് പൂജയും ഗണപതിയെ വണങ്ങിയാണ് ആരംഭിക്കുന്നത്. ക്ഷേത്രത്തിൽ നാഗരാജാവിനും നാഗകന്യകയ്ക്കും പ്രത്യേകം പ്രതിഷ്ഠയുണ്ട്. സർപ്പദോഷ നിവാരണത്തിനും സന്താനഭാഗ്യത്തിനുമായി നിരവധി ഭക്തർ ഇവിടെ വഴിപാടുകൾ നടത്തും. ഗിരീശം ഗണേശം സുരേശം മഹേശം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. അധികാരത്തിനായുള്ള പോരാട്ടങ്ങൾ നടന്ന കാലം. രാജകുമാരനായിരുന്ന മാർത്താണ്ഡവർമ്മയെ 8 വീട്ടിൽ പിള്ളമാർ വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം പല സ്ഥലങ്ങളിലും ഒളിവിൽ കഴിയേണ്ടി വന്നു. അത്തരമൊരു സന്ദർഭത്തിൽ പനങ്ങോട്ടെ ഈ ശിവക്ഷേത്രത്തിലും അദ്ദേഹം അഭയം തേടിയെന്നാണ് വിശ്വാസം. തനിക്ക് ജീവൻ രക്ഷിക്കാൻ അഭയം നൽകിയ ഈ ശിവക്ഷേത്രത്തിനോടുള്ള ആദരസൂചകമായി ഈ ക്ഷേത്രത്തിന് അദ്ദേഹം നൽകിയ പേരാണ് ഉദയ മാർത്താണ്ഡേശ്വരം. ബ്രഹ്മാദിഭിർവന്ദ്യമാനം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. ഗിരീന്ദ്രാത്മജാ സംഗൃഹീതാർദ്ധദേഹം ഗിരൗ സംസ്ഥിതം സർവദാ സന്നിഗേഹം. പരബ്രഹ്മ ബ്രഹ്മാദിഭിർവന്ദ്യമാനം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. കപാലം ത്രിശൂലം കരാഭ്യാം ദധാനം പദാംഭോജനം രായകാമം ദധാനം. ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. കപാലം ത്രിശൂലം കരാഭ്യാം ദധാനം പദാംഭോജനം രായകാമം ദധാനം. ജീവിതത്തിന്റെ ഇരുളുകളിൽ ഒരു ഉദയം തേടുന്ന മനസ്സുകൾക്ക്, ഭയങ്ങളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക്, ശിവകൃപ തേടുന്ന ഭക്തർക്ക് ഈ ക്ഷേത്രം ഒരു ദർശനം മാത്രമല്ല, ഒരു അനുഭവമാണ്. പ്രഭാതത്തിന്റെ ആദ്യ കിരണങ്ങൾ പോലെ. ഓം നമഃ ശിവായ. സദാ സച്ചരിത്രം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. മനസ്സിനെ അധീനതയിൽ നിർത്തുവാനുള്ള വിദ്യയാണ്
ശരിയായ വിദ്യ. അതാണ് ആധ്യാത്മിക വിദ്യ. ആദ്യം ഈ വിദ്യ അഭ്യസിച്ചാൽ മാത്രമേ നമ്മൾ നേടിയിട്ടുള്ള മറ്റ് വിദ്യകളെ ശരിയായ രീതിയിൽ പ്രയോഗിക്കുവാൻ കഴിയൂ.